കൂട്ടുകാരെ, ഇന്ന് ടീച്ചർ വന്നത് 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിയായിട്ടാണ്. നമ്മളെ 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ഇതാണ് പുസ്തകം. അത് നിങ്ങൾ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് നമ്മൾ 1ാമത്തെ യൂണിറ്റാണ് എടുക്കാൻ പോണത്. 1ാമത്തെ യൂണിറ്റ് മനസ്സ് തുറക്കാം എന്നതാണ്. അവിടെ കുറച്ച് ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒരു കുട്ടി പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽ മലയാളത്തിലെ അക്ഷരമാലകളാണ് കൊടുക്കുന്നത്. അതിന്ന് കുറേ ചിന്തകൾ മേലോട്ട് പോകുന്ന കാണാം അല്ലേ. അതെന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിക്കുന്ന ആ കുട്ടിയുടെ മനസ്സിൽ കടന്നു പോകുന്ന കുറേ ചിന്തകളും അതിന് കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് നമ്മൾ മലയാളം ആയതുകൊണ്ട് മാതൃഭാഷയായ മലയാളത്തിലെ അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയും നമ്മുടെ വിചാരങ്ങൾ അതൊക്കെ എപ്പോഴും നമ്മുടെ വിചാരങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ മാതൃഭാഷയിൽ ആയിരിക്കും. മാതൃഭാഷ എന്ന് വെച്ചാൽ അമ്മയിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയത്. അപ്പോൾ ആ മാതൃഭാഷയിലൂടെ ആയിരിക്കും നമ്മുടെ ചിന്തകൾ എപ്പോഴും ഉണ്ടാവുക. അത് മനസ്സ് തുറന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ എപ്പോഴും പറ്റുക നമ്മുടെ മാതൃഭാഷയിലൂടെയാണ്. അപ്പോൾ മാതൃഭാഷയുടെ പ്രാധാന്യം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതൽ മറ്റ് ഇംഗ്ലീഷിനൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ, പക്ഷേ എല്ലാ ഭാഷയ്ക്കും ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്നാൽ കൂടി നമ്മുടെ മാതൃഭാഷ നമുക്ക് അമ്മേനെ പോലെ നമ്മളോട് അടുത്ത് കിടക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ നമ്മൾ അതിലായിരിക്കും ഒരുപാട് മനസ്സ് തുറക്കുക. അതിലായിരിക്കും നമ്മൾ ഏറ്റവും അധികം സുഖപ്രദം, നമുക്ക് ഏറ്റവും അധികം കംഫർട്ടായിരിക്കുന്ന ഒരു സോൺ മാതൃഭാഷ തന്നെയായിരിക്കും. അപ്പം നമുക്ക് യൂണിറ്റിൻ്റെ പ്രവേശകമാണ്. നമുക്കിതിൽ യൂണിറ്റിൽ നമുക്ക് സ്വന്തം ഭാഷ എന്ന പാഠാണ് ടീച്ചർ ഇന്നിവിടെ എടുക്കാൻ പോണത്. അപ്പോൾ ഇത് തെന്നാലിരാമൻ്റെ കഥയാണ്. അപ്പോൾ തെന്നാലിരാമൻ ആരാണെന്ന് നോക്കാം. തെന്നാലിരാമൻ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായർ രാജാവിൻ്റെ സദസ്സിലുള്ള അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെടുന്ന സദസ്സിലുള്ള പണ്ഡിത സദസ്സിലുള്ള ഒരു പണ്ഡിതനാണ് തെന്നാലിരാമൻ. തെന്നാലിരാമനെ നമ്മൾ വികടകവി എന്നാണ് അറിയപ്പെടുന്നത്. പണ്ഡിതനും അതോടൊപ്പം നമ്മളെ നർമ്മം ബലിതാണ് ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മൾ രസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തെന്നാലിരാമൻ. തെന്നാലിരാമൻ്റെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതായതും രസിപ്പിക്കുന്നതുമായ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു കഥയാണ് ഇപ്പം നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അത് നമ്മളെ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായതുകൊണ്ട് തന്നെ ഈ പാഠത്തിൽ ഈ കഥ നമുക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരിക്കൽ സ്വന്തം ഭാഷ. ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു. അതായത് ഒരിക്കൽ കൃഷ്ണദേവരായരുടെ രാജാവിൻ്റെ സദസ്സിലേക്ക് ഒരു വിദ്വാൻ എത്തി. വിദ്വാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ, അറിവുള്ള ആൾ. ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിക്കുക. പണ്ടത്തെ നമുക്ക് എളുപ്പത്തിലൊന്നും പോയിട്ട് കാണാൻ പറ്റില്ല. രാജാവിനെ മുഖം കാണിക്കുക എന്നൊക്കെയാണ് പറയാം. അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞു. രാജാവേ, എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. പക്ഷേ എൻ്റെ മാതൃഭാഷ എന്തെന്ന് ഞാൻ പറയില്ല. അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ്. ഒരു ചലഞ്ചാണ് കേട്ടോ. എന്താണ് പറഞ്ഞത്? രാജാവേ, എനിക്ക് ഒരുപാട് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. പ്രാവീണ്യം എന്ന് വെച്ചാൽ സാമർത്ഥ്യം, മികവ്, വൈദഗ്ധ്യം. അത് ഒരുപാട് ഭാഷയിൽ നല്ല സ്കില്ലുണ്ട്. നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. എല്ലാ ഭാഷകളും, കുറേ അധികം ഭാഷകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല. പക്ഷെ അങ്ങയുടെ കൃഷ്ണദേവരായരുടെ സദസ്സിലെ പണ്ഡിതന്മാരിൽ ആരെങ്കിലും അത് കണ്ടുപിടിക്കണം. ഏതാണ് ഈ വന്നിരിക്കുന്ന പണ്ഡിതൻ്റെ മാതൃഭാഷ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി. നമുക്ക് സ്വന്തം ഭാഷയിൽ കുറച്ചുകൂടെ കഴിവ് കൂടുതലായിരിക്കും. അവിടെയുള്ള ആ പ്രദേശങ്ങളിൽ പറയുന്ന പ്രയോഗങ്ങളും ഒക്കെ നന്നായിട്ട് അറിയും. നന്നായിട്ട് ആ രീതിയിൽ ഉച്ചരിക്കാനൊക്കെ അറിയും. അപ്പം അതാത് ഭാഷയിൽ പ്രാവീണ്യം, കഴിവുള്ള, സാമർഥ്യമുള്ള ആളുകളെ വിളിച്ചു വരുത്തി കേൾപ്പിച്ചു. ഇപ്പം മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലുള്ള,
തമിഴിലാണെങ്കിൽ തമിഴിലുള്ള, അങ്ങനെ ഓരോ ഭാഷയിലും നല്ല കഴിവുള്ള ആളുകളെ വിളിച്ചു വരുത്തി ഈ പണ്ഡിതനുമായിട്ട് സംസാരിപ്പിച്ചു. എന്തൊരു അത്ഭുതം! വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു. അത്ഭുതം പോലെ, സ്വന്തം ഭാഷ പോലെ ആ വിദ്വാൻ എല്ലാ ഭാഷയും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു. നമുക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല അയാളുടെ ഭാഷ ഏതാണെന്ന്. ഏത് തമിഴിൽ സംസാരിച്ചാലും തെലുങ്കിൽ സംസാരിച്ചാലും എല്ലാ ഭാഷയും ഒന്നിനൊന്ന് മെച്ചമായി ആ സ്ഥലത്തുള്ള ആളുകൾ പറയുന്നത് പോലെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഓരോന്നും സ്വന്തം മാതൃഭാഷയെന്ന് തോന്നിക്കുമാറ് നല്ല ഒഴുക്കോടും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം. അയാളുടെ സംഭാഷണം എങ്ങനെയാണ്? നമ്മൾ സ്വന്തം ഭാഷയാകുമ്പോൾ അതിന് നല്ല ഫ്ലോ ഉണ്ടാവും അല്ലെ, ഒഴുക്കുണ്ടാവും. സ്ഫുടത, വ്യക്തമായിട്ട്, സ്ഫുടത എന്ന് വെച്ചാൽ വ്യക്തത, വ്യക്തമായിട്ടും സംസാരിക്കാൻ പറ്റും. ഈ വിദ്വാന്റെ സംഭാഷണമാണെങ്കിൽ അത് ഏത് ഭാഷയിൽ സംസാരിച്ചാലും അത് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് എന്ന് തോന്നുന്ന രീതിയിൽ വ്യക്തമായിട്ടും നല്ല ഒഴുക്കോടുകൂടിയുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താക്കുഴപ്പം. വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട്. പണ്ഡിതന്മാർക്ക് ആകെ കൺഫ്യൂഷനായി, ആകെ വിഷമായി, ആകെ കുഴപ്പത്തിലായി. ഏതാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് കണ്ടുപിടിക്കാൻ ഒരു ആൾക്കും സാധിച്ചില്ല. തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട്, ഭയങ്കര പ്രയാസം തന്നെ. കാരണം അദ്ദേഹത്തിന് എല്ലാ ഭാഷയിലും നല്ല പ്രാവീണ്യമുണ്ട്, നല്ല കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭാഷയിലുള്ള ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഭാഷ ഏതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഈ സമസ്യ എന്ന് പറഞ്ഞാൽ ആ പരിഹരിക്കേണ്ട ആ പ്രശ്നം, അതാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പരിഹരിക്കേണ്ടതായ പ്രശ്നത്തിനാണ് സമസ്യ എന്ന് പറയാം. ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോടും ആവശ്യപ്പെട്ടു. രാജാവിൻ്റെ ദിഗ്വജങ്ങൾ എന്ന സദസ്സിലുള്ള ഒരു വ്യക്തിയാണ് തെന്നാലി രാമൻ. തെന്നാലി രാമനോടും സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു. രാമൻ വിദ്വാന്റെ അടുത്തെത്തി. എന്നിട്ട് രാമന്റെ സ്വതസിദ്ധമായ നർമ്മത്തോടുകൂടി ആ വിദ്വാന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് എന്താ ചെയ്തേ? പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന 2 ചിത്രങ്ങളാണ് കേട്ടോ. ആ ചിത്രത്തിൽ ഒന്നില് ആ വിദ്വാന്റെ കാലിൽ ചവിട്ടുന്നതും അദ്ദേഹം അമ്മേ എന്ന് ഉറക്കെ കരയുന്നതുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലുള്ളത്. ഇവിടെ ഇതാ ഈ ചിത്രം കൊടുത്തിരിക്കുന്നതിൽ അങ്ങനെയാണ് ഉള്ളത്. അപ്പം തെന്നാലി രാമൻ എന്താ ചെയ്തേ? ആ വിദ്വാന്റെ അടുത്തേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ കാലിൽ അമർത്തി ഒന്ന് ചവിട്ടി. ഉടനെ അദ്ദേഹം ഉച്ചത്തിൽ അമ്മേ എന്ന് വിളിച്ച് കരയുന്നതാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഏത് വ്യക്തിയും അവരുടെ വേദനകളും സന്തോഷങ്ങളൊക്കെ പെട്ടെന്ന് പ്രകടിപ്പിക്കുക അവരുടെ മാതൃഭാഷയിലാണ്. ഇവിടെ തെന്നാലി രാമൻ ഈ വിദ്വാന്റെ കാലിൽ പെട്ടെന്ന് ആഞ്ഞു ചവിട്ടിയപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ വേദന ഉടനെ അമ്മ എന്ന ആ മലയാള ഭാഷയിലാണ് ഉച്ചരിച്ചത്. അപ്പോൾ നമ്മുടെ വികാരങ്ങളും കൃത്യമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും. ഈ കഥയിലൂടെ മാതൃഭാഷയാണ് നമ്മുടെ വികാരങ്ങൾ സത്യസന്ധമായിട്ടും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം എന്നുകൂടിയാണ് നമുക്ക് ഈ പാഠത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഇതിൽ പഠന പ്രവർത്തനമായിട്ട് ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ സവിശേഷത കഥയിൽ നിന്ന് മനസ്സിലാകുന്നു. ചർച്ച ചെയ്യാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനമായിട്ട് കൊടുക്കുന്നതാണ്. കൂട്ടുകാർക്ക് ടീച്ചർ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ശ്രദ്ധിക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. ടീച്ചർ ഉത്തരം പറയുന്നതാണ്. അപ്പോൾ പഠനം എളുപ്പമാവട്ടെ. താങ്ക് യു. കൂട്ടുകാരെ, പാഠമൊക്കെ നന്നായി മനസ്സിലായോ? ഇനി നമുക്ക് പഠന പ്രവർത്തനത്തിലേക്ക് പോകാം. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കാം കേട്ടോ. ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ചർച്ച ചെയ്യുക. ഉത്തരം: ഒരിക്കൽ പല ഭാഷകളിൽ പ്രാഗൽഭ്യമുള്ളൊരു വിദ്വാൻ തന്റെ മാതൃഭാഷ ഏതെന്ന് കണ്ടുപിടിക്കാമോ എന്ന വെല്ലുവിളിയുമായി കൃഷ്ണദേവരായരുടെ സദസ്സിലെത്തി. ആ വെല്ലുവിളി ഏറ്റെടുത്ത തെന്നാലി രാമൻ ആ വിദ്വാന്റെ കാലിൽ ഒന്നു ചവിട്ടി. നന്നായി വേദനിച്ച വിദ്വാൻ അമ്മേ എന്നുറക്കെ നിലവിളിച്ചതിൽ നിന്നും
അദ്ദേഹത്തിന്റെ മാതൃഭാഷ ഏതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കഥയിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ശക്തമായും വ്യക്തമായും പ്രകടിപ്പിക്കാനാവുന്നത് മാതൃഭാഷയിലാണ്. മാതൃഭാഷയുടെ ഈ സവിശേഷതയാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.